അങ്ങനെ കാത്തിരുന്ന് ഇന്ന് ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതിന്റെ ഒരു സൂചന ഒക്കെ കിട്ടി തുടങ്ങി. കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിന്റെയും തമ്മിൽ തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അപ്പോ എന്താ കാവ്യ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എനിക്ക് മറ്റേ തമ്മിലല്ല, ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇൻസ്റ്റയിൽ ഇപ്പൊ റീൽസ് ഓപ്പൺ ആക്കുവാണെങ്കിൽ പോടാ മുഖ്യമന്ത്രി ഇല്ലാത്തവനെ. ഇന്നലെ തൊട്ട് കാണുന്ന ഒരു സാധനമാണ്. തമിഴ്നാടിന് മുഖ്യമന്ത്രി ഉണ്ട്, നമുക്ക് മുഖ്യമന്ത്രി ഇല്ല. ഇന്നതൊരു തീരുമാനത്തിലെത്തും എന്ന് പറയുന്നുണ്ട്. അപ്പം പ്രിയക്ക് എന്താ തോന്നുന്നത്, ആരായിരിക്കും? എന്റെ അറിവിലല്ല, എനിക്ക് സത്യം പറഞ്ഞ ഒരു പാർട്ടി ഇല്ലാത്ത ഒരാളാണ് എന്ന് വെച്ച് പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ കിടന്നിരുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയെ ഇപ്പൊ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ അതനുസരിച്ച് അദ്ദേഹത്തിനാണ് കൂടുതൽ ആ ഒരു സ്ഥാനത്തിന് അർഹൻ എന്നാണ് ഒരു ഭാഗം കൂട്ടർ പറയുന്നത്. അതേസമയം വേറെ പലരുടെയും, അതായത് ഇപ്പൊ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതലായിട്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ്, പിന്നെ മുമ്പുള്ള പരിചയമുണ്ട്, അതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീം അദ്ദേഹത്തെ പറയുമ്പോൾ മറ്റൊരു ടീം പറയുന്നത് KC വേണുഗോപാല് വരണം, എനിക്ക് അദ്ദേഹം വന്നാലാണ് താല്പര്യം എന്നൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് VD സതീശനെ ആക്കിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന കൂട്ടരും അതുപോലെ തന്നെ പലതും നമ്മുടെ ഇൻസ്റ്റ റീല് വഴിയും അതുപോലെ കാണുന്നതെല്ലാം. ഇനിയിപ്പോ VD സതീശൻ മുഖ്യമന്ത്രി ആയില്ല എന്നുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെക്കും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല പല പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ സത്യമായിരിക്കുമോ? എന്തായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവോ VD സതീശൻ? എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നലെ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ റിസൾട്ട് വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കാത്തിരുന്ന് 7 മണിയാകുമ്പോഴത്തേക്കും റിസൾട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. 11 മണിയായിട്ടും ഒരു അനക്കവും കാണാത്തത് കൊണ്ട് ഞാൻ 3 പേരുടെയും ഫോട്ടോ എടുത്തിട്ട് ഞാനൊരു റൈറ്റപ്പ് എഴുതിയിട്ട് ഞാൻ FBയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു നല്ലൊരു പാർട്ടി ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അനിശ്ചിത സമയം ആവശ്യമാണ്. ഒരു പാർട്ടിയും ഇന്നേ വരെ ഇന്ന ടൈമിനുള്ളിലേ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ കമന്റ് വന്നത് ഒരാൾ തന്നെ 3-4 വട്ടം അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ വേറൊരാൾ കമന്റ് ചെയ്തേക്കാണ്, ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് CM ആവണം, അല്ലെങ്കിൽ എനിക്ക് CM ആയാലേ പറ്റുള്ളൂ, മറ്റാളെ CM ആക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരാൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് തന്നിരിക്കുന്നു. അതേസമയം നമ്മൾ കുറച്ച് ദിവസം മുൻപ് കണ്ടതാണ്, എന്നെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഞാന് വനവാസത്തിന് പോവും, അല്ലെങ്കിൽ ഞാൻ രാജിവെക്കും, MLA സ്ഥാനം രാജിവെക്കും എന്നൊക്കെ കണ്ടതാണ്. ഇതൊക്കെ വെച്ച് കണക്ക് കൂട്ടി കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിപ്പോ അവരുടെ കൂടെയുള്ള PR വർക്ക് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അവര് സ്വന്തമായിട്ട് പറഞ്ഞതാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. പക്ഷെ എല്ലാത്തിനും പിന്നിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ PR വർക്ക് നന്നായി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അന്തിമ തീരുമാനം എത്തിക്കുന്നത് പോലും ചിലപ്പോ PR ആയിരിക്കും. PR എന്ന് പറയുന്നത് ഒരു വലിയ പങ്കാണ്. നമ്മളും ഇതുപോലെ തന്നെ അറിയാവുന്നതിന്റെ പേരിൽ പറയുക. ഇപ്പോ ചിലപ്പോ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഇതായിരിക്കും. എന്തിന് ചിലപ്പോ ഈ ഒരു നെഗറ്റീവ് ഉണ്ടാക്കി ആ ഒരു സിമ്പതി ആ ഒരു ലെവലിൽ കയറാൻ വേണ്ടിട്ട് സ്വന്തം PR വർക്ക് ചെയ്യാൻ പോലും മടിയില്ലാത്തവരാണ് ഇവര്. അതെ, ഇവര് ഈ ഒരു CM എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് വന്ന് ഇപ്പൊ ഈ ഒരു CM-നെ തിരഞ്ഞെടുക്കാൻ തന്നെ ഇവർക്കിടയിൽ ഇത്രയും സമയവും തമ്മിൽ തല്ലും നടക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഇവർക്ക് എന്തായാലും ഒരാള് CM ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും യോജിപ്പുണ്ടാവില്ല. അപ്പം ഭാവി എന്തായിരിക്കും എന്ന് ആലോചിക്കുമ്പോഴാണ്. അതെ, ഇപ്പൊ റിസൾട്ട് വന്ന് ഇത്രയും ദിവസം ആയിരിക്കുകയാണ്. ഇപ്പൊ ഉള്ളില് കമ്മ്യൂണിസ്റ്റ് ആണ് എങ്കിലും ഇത്രയും നാളത്തെ അവരുടെ ഒരു പ്രവൃത്തി പരിചയം കൊണ്ട് പലർക്കും അത് ഇഷ്ടക്കേടായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം വെച്ചിട്ട് തന്നെ പാർട്ടി മാറ്റി കുത്തിയവര് ശരിക്കും പറഞ്ഞ ഇപ്പൊ റിഗ്രറ്റ് അടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോ KC വേണുഗോപാൽ തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞാണ്, ഞങ്ങള് ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായിട്ട് വെറും മിനിറ്റുകൾ മാത്രം മതി. പക്ഷെ അതിന്റെ താഴെ വന്നിരുന്ന കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാണല്ലോ നമ്മൾ ചിരിച്ചു ചാവും. ഇതുവരെ KCക്കും പാർട്ടിക്കും മുഖ്യമന്ത്രി ആരാന്ന് തിരഞ്ഞെടുക്കാനുള്ള മിനിറ്റുകൾ ഇതുവരെ ആയിട്ടില്ല. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ മിനിറ്റുകൾ മാത്രം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്നും അവരൊരു അന്തിമ തീരുമാനത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ചിലപ്പോ അത് നാളത്തേക്ക് ആയേക്കാം, പറയാൻ പറ്റില്ല. ഇനിയും നീണ്ടുപോയേക്കാം എന്നാ തോന്നുന്നേ. കാരണം മന്ത്രിയെ തിരഞ്ഞെടുക്കുക, അത് കഴിഞ്ഞിട്ട് വകുപ്പുകള്, അതിലും ചിലപ്പോ തർക്കങ്ങൾ വന്നേക്കാം. പിന്നെ ഇടയ്ക്ക് തോന്നിപ്പോയൊരു കാര്യമാണ്, നടക്കോ ഇല്ലയോ എന്ന് അറിയില്ല, ഈ ലയൺ സിനിമയിലെ പോലെ എങ്ങാനും അതാണ് ഇപ്പൊ കറങ്ങി നടക്കുന്നത്. അതെ, അതുപോലെ എങ്ങാനും ലാസ്റ്റ് ഇനി ചാണ്ടി ഉമ്മൻ എങ്ങാനും മുഖ്യമന്ത്രി ആവോ? ആ പേര് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ശനിയാഴ്ച ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെയോ ഒരു ബോർഡ് വെച്ചേക്കുന്നതാണ്, മുഖ്യമന്ത്രിയാവാൻ
നമ്മുടെ ശശി തരൂരിന്റെ ഒരു ഫോട്ടോയും അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഓക്കെ, ഇവിടെയുള്ളവര് പോരാഞ്ഞിട്ടാണോ അടുത്ത ആള് വെക്കുന്നത്? കോമഡിയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കാണുന്നത് എല്ലാവരും വി ഡി സതീശന്റെ വീടിന്റെ മുന്നിലേക്ക് ആഹ്ലാദ പ്രകടനമൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ന്യൂസ് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റുന്നത്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാമെന്നാണ് വി ഡി സതീശന്റെ വീടിന്റെ മുൻപിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു പോകുമ്പോ കാണും. ഡെയിലി വി ഡി സതീശന്റെ വീടിന്റെ മുമ്പിലൂടെ വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്ക് ഈ ഒരു 3 പേർക്കും മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് ജനങ്ങൾ ഇപ്പോഴും അവര് ഇവര് എന്ന് പറയുന്ന അല്ലാതെ ഒരു എല്ലാവരും അവരവരുടെ താല്പര്യങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പണ്ടത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ താഴെ വന്ന് നമ്മുടെ വീട്ടുകാരെ വിളിക്കാനും നമ്മുടെ ആൾക്കാരെ വിളിക്കാനും കുറെ ആൾക്കാരുണ്ട്. ഇവനിപ്പോ മുഖ്യമന്ത്രി വന്നു കഴിയുമ്പോ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്നാ തോന്നുന്നത്? വന്നു കഴിഞ്ഞാൽ ആദ്യം മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുത്തിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പോ SSLC റിസൾട്ട് വരികയാണ്, +2ന്റെ റിസൾട്ട് ഇന്ന് വന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഡൗട്ടാണ് മറ്റേ വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാതെ ആര് പബ്ലിഷ് ചെയ്യും. അതിനൊരു തീരുമാനം എന്തായാലും ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും SSLC റിസൾട്ട് ഈ അടുത്തായിട്ട് വരുന്നുണ്ട്, നാളെയോ മറ്റന്നാളോ വരുന്നുണ്ട്. ആരാണ് അത് പബ്ലിഷ് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഇന്നിപ്പോ +2ന്റെ റിസൾട്ട് CBSE റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാ കുട്ടികളും, അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സമയമായപ്പോഴത്തേക്കും SSLC റിസൾട്ട് ഒക്കെ വന്ന പിള്ളേർ അടുത്ത പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കണക്കിന് ഭാവി കാര്യങ്ങൾ കൊണ്ടുവരും. എനിക്കിപ്പോ വിദ്യാഭ്യാസം ഇനി ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. ഞാനിപ്പോ ചിലപ്പോ ഒരു മതേതരവാദിയായിട്ടൊക്കെ ചിലപ്പോ എന്നെ മുദ്ര കുത്തിയേക്കാം, എങ്കിലും ഞാൻ പറയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒരു മുസ്ലിം ലീഗിന്റെ കയ്യിലേക്കൊക്കെ പോകുവാണെങ്കിൽ പേഴ്സണലി ഭയങ്കരമായിട്ട് ടെൻഷൻ തോന്നുന്നുണ്ട്. കാരണം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് VK അബ്ദുറബ്ബ ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്ക് പോലും കിട്ടിയിരുന്നില്ല. ആ ഒരു ഇതിലേക്ക് നമുക്ക് പോകേണ്ടി വരുവോ? അതെ, അത് അങ്ങനെ ഒരു സംശയം കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം എവിടെയാണ് എന്തിനാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് വിവാദ പരാമർശമായിട്ട് ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി വന്നത് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യമാണ്. അതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ടോ വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഭാവിയിൽ? അതൊക്കെ നമ്മൾ ഇപ്പോഴേ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ? എന്തായാലും നമുക്ക് മുഖ്യനെ നമുക്ക് കാത്തിരിക്കാം. അതെ, തീർച്ചയായിട്ടും.